VS രഞ്ജിത്തും ആർ റോഷിപാലുമുണ്ട്. രഞ്ജിത്ത്, ഇപ്പോൾ ഞാൻ പറഞ്ഞത് തൃപ്തിയോട് കൂടിയാണോ എന്നുള്ള കാര്യം 2 തവണ എടുത്തു ചോദിക്കുന്നുണ്ട് പാർട്ടി സെക്രട്ടറി. ഇക്കാര്യത്തിലുള്ള അതൃപ്തി പാർട്ടി വ്യക്തമാക്കുകയാണ്. ADGP എന്തിന് കണ്ടിരിക്കുന്നു RSS ജനറൽ സെക്രട്ടറിയെ എന്നുള്ളത് CPIM-ന്റെയും ചോദ്യമായി ഉയരുകയല്ലേ? തീർച്ചയായിട്ടും ഇത് CPM-ന്റെ ചരിത്രത്തിലൊരു അസാധാരണമായ അല്ലെങ്കിൽ നേരത്തെയൊക്കെ വളരെ അപൂർവമായി സംഭവിച്ചിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ്. സർക്കാരും പാർട്ടിയും 2 തട്ടിലാണോ എന്നൊരു ചോദ്യം നമുക്കിവിടെ ചോദിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ പിണറായിയും VS അച്യുതാനന്ദനുമൊക്കെ VS മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പിണറായി പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ളതുപോലെ 2 തട്ടിലേക്ക് വന്നിട്ടുണ്ടോ? നേരത്തെയൊക്കെ നമ്മൾ പറയുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ പിണറായിയുടെ കയ്യിലാണ് പാർട്ടിയും സർക്കാരും പിണറായി വിജയനൊപ്പം എന്ന രീതിയിൽ പറഞ്ഞു വരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് പിണറായിയും പാർട്ടിയും 2 തട്ടിലേക്കാണോ? ഈ കാര്യത്തിൽ പിണറായിക്കൊരു നിലപാടും പാർട്ടിക്ക് മറ്റൊരു നിലപാടുമാണോ എന്ന കാര്യത്തിലാണ് ഇനി ഒരു സംശയമുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരുപക്ഷെ ഉണ്ടായ ചർച്ചകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അതൃപ്തി പ്രകടമായിട്ടുണ്ടാവാം. ആ അതൃപ്തിയായിരിക്കാം MV ഗോവിന്ദൻ്റെ വാക്കുകളിലും പ്രകടമായിട്ടുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാർ ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കാത്തത്, സർക്കാരിന് ADGP MR അജിത് കുമാറിനെ തള്ളാൻ സാധിക്കുന്നില്ലേ? PV അൻവറിനെ പോലെ ഒരു ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു MLA ഇത്ര ഗൗരവമുള്ള ആരോപണം ഉന്നയിക്കുന്നു. അതിനുശേഷം ADGP-യും RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വരുന്നു. അത് ADGP സമ്മതിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ പോലും ADGP MR അജിത് കുമാറിനെ തള്ളിപ്പറയാൻ സർക്കാരിന് സാധിക്കുന്നില്ല. മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കുന്നില്ല. അങ്ങനൊരു ഘട്ടത്തിൽ പാർട്ടിയുടെ നിലപാട് പരസ്യമാക്കുന്നു എന്ന് വേണം കരുതാൻ. അതായത് സർക്കാർ എന്തുതന്നെ നിലപാട് സ്വീകരിച്ചാലും ADGP MR അജിത് കുമാറും RSS-ന്റെ നേതാവും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ CPM-ന് അതൃപ്തിയുണ്ട്. ആ അതൃപ്തിയായി തന്നെ പുറത്തു വരുന്നു. അതൃപ്തിയായി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നു. ഇനി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് സർക്കാരാണ്, മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ കടിഞ്ഞാൻ കൈയാളുന്ന സൂപ്പർ DGP എന്ന പേരിൽ അറിയപ്പെടുന്ന ADGP, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരായ ഒരു വ്യക്തി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ച ഇത്രമേൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ഇത്രമേൽ ചർച്ചയാവുമ്പോൾ അതിൽ CPM-നും മുന്നണിയിലെ വളരെ പ്രമുഖമായിട്ടുള്ള കക്ഷി CPI-ക്കും അതൃപ്തി ഉണ്ടാവുമ്പോൾ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി എന്തു പറയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അല്പം മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ TP രാമകൃഷ്ണൻ ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാം ഒറ്റക്കെട്ടായി തന്നെ തീരുമാനം എന്നുള്ളതാണ്. എങ്കിൽ പാർട്ടിക്കും CPM-നും CPI-ക്കുമുള്ള നിലപാട് തന്നെയാണോ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ നേരത്തെ CPM-ന് ഉണ്ടായിട്ടുള്ളൊരു പ്രതിസന്ധി പോലെ പാർട്ടിയും സർക്കാരും 2 തട്ടിലേക്കാണോ? ഇക്കാര്യത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും 2 തട്ടിലേക്കാണോ എന്നുള്ളതാണ് നമുക്ക് ഇക്കാര്യത്തിൽ അറിയേണ്ടത്. ശരി.